റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, അതായത് ശരിക്കും മലയാള സിനിമയിലെ നടന്മാരുടെ കൂട്ടത്തിൽ അനാവശ്യമായിട്ട് വിമർശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്നത് ആരാണെന്നുള്ള ചോദ്യമാണ്. കാര്യം ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് കാണുമ്പോഴത്തേക്ക് പലരും, അതായത് ഇപ്പം സന്തോഷ് പണ്ഡിറ്റിനെ പോലുള്ള അല്ലെങ്കിൽ ബി.ജെ.പി നേതാവായിട്ടുള്ള യുവരാജ് ഗോകുലിനെ പോലുള്ള കുറേ ആൾക്കാർ വരുത്തി തീർക്കുന്നത്, അതായത് ഇവർ പരോക്ഷമായിട്ട് എവിടെയെങ്കിലും മമ്മൂക്കയുടെ പേര് ഒന്ന് സൂചിപ്പിക്കുമെങ്കിൽ പോലും ഇവർ പറഞ്ഞു വരുന്നത് മോഹൻലാലാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വേട്ടയാടപ്പെടുന്നത്, അത് ലാലേട്ടനാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ വേട്ടയാടപ്പെടുന്നത്. അതായത് എന്തിൻ്റെ പുറത്ത് ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പം അനാവശ്യമായിട്ട് ലാലേട്ടൻ്റെ ഒരു ചിത്രം അവിടെ കൊണ്ടുവന്നിട്ടു. അതൊരു യാഥാർത്ഥ്യമാണ്, അതിനെ നമുക്ക് വിമർശിക്കാം. കാര്യം അത്തരത്തിലുള്ള കാര്യത്തിൽ ലാലേട്ടൻ്റെ മാത്രം, അതായത് മമ്മൂക്കയെ ലാലേട്ടനെയും കൂടെ വെച്ചെങ്കിൽ പോലും നമുക്ക് അതിനൊരു ന്യായീകരണമുണ്ട്. ലാലേട്ടനെ മാത്രം വെച്ചിട്ട് ലാലേട്ടനിൽ മാത്രം ആരോപിക്കാൻ ശ്രമിക്കുമ്പം അത് ഒരു 3-4 സിനിമകൾ നമുക്ക് സംശയം തോന്നത്തക്ക രീതിയിലുള്ളപ്പം ലാലേട്ടൻ്റെ മാത്രം ഒരു ചിത്രം അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവർ ഈ പറയുന്ന കണക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടെ ക്രൂശിക്കപ്പെടുന്ന ശരിക്കും പറഞ്ഞ മമ്മൂക്കയാണ്. ലാലേട്ടൻ 1-2 വിഷയങ്ങളിൽ ചിലപ്പം ലാലേട്ടനെ ആൾക്കാർ കൂടുതൽ വിമർശിച്ചിരിക്കാം. കാര്യം ലാലേട്ടൻ്റെ ഈ പറഞ്ഞ കണക്ക് സംസാരിക്കുന്നതിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മമ്മൂക്കയുടെ ചിത്രം മോർഫ് ചെയ്ത് കൊണ്ടുവരിക, മമ്മൂക്കയെ അനാവശ്യമായിട്ട് മമ്മൂക്കയ്ക്കും അല്ലെങ്കിൽ ദുൽഖറിനൊക്കെ എന്തെങ്കിലും സംഭവിക്കണമെന്ന് പറയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്ക പറയുന്ന ചില വാക്കുകളെ വളച്ചൊടിച്ചിട്ട് അതിനെ പ്രശ്നമാക്കുക. ഇപ്പം ജൂഡ് ആൻ്റണിയുടെ കേസ്, അതുപോലെ ക്രിസ്റ്റഫറിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മമ്മൂക്ക ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ മമ്മൂക്ക പറഞ്ഞൊരു വാക്കുകളെ, അപ്പം ഇതിനെയൊക്കെ വളച്ചൊടിച്ച് കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം മമ്മൂക്കയാണ് വിമർശിക്കപ്പെടുന്നത്. ഇപ്പം ഏതോ ഒരാൾ എവിടെയോ ഇരുന്നുകൊണ്ട് പുഴു എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഏതോ ഒരു ഓൺലൈൻ ചാനലിലൂടെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ പുറത്ത് മമ്മൂക്ക ദിവസങ്ങളോളം മാസങ്ങളോളം മമ്മൂക്ക വേട്ടയാടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ പോലും മമ്മൂക്കയ്ക്കൊരു ഈ പറഞ്ഞ കണക്ക് അദ്ദേഹം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഓരോ വാക്കുകളിലൂടെ പോലും വിശേഷിപ്പിക്കുന്നത്. അപ്പം ലാലേട്ടൻ വിമർശിക്കപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് മമ്മൂക്ക വിമർശിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. പക്ഷേ ഒരാൾ പോലും ഒരിടത്ത് പോലും പറഞ്ഞ് ഞാൻ കണ്ടില്ല മമ്മൂക്ക അനാവശ്യമായിട്ട് ക്രൂശിക്കപ്പെടുന്നുണ്ട്, വിമർശിക്കപ്പെടുന്നുണ്ട്. കാര്യം ഒരാൾ പോലും മമ്മൂക്കയ്ക്ക് വേണ്ടി വാദിക്കുന്നത് ഞാൻ കണ്ടില്ല സോഷ്യൽ മീഡിയയിൽ. നേരെ മറിച്ച് ലാലേട്ടന് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ കണക്കത്തെ 1-2 ചെറിയ എക്സാമ്പിൾ പറഞ്ഞ കണക്ക് ഒരുപാട് ആൾക്കാർ, ഇപ്പം ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഓൺലൈൻ ചാനലുകൾ അല്ലെങ്കിൽ ചില അറിയപ്പെടുന്ന സമൂഹത്തിലെ സെലിബ്രിറ്റികളായിട്ടുള്ള ചില വ്യക്തികൾ എല്ലാവരും ലാലേട്ടനെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലാലേട്ടനെ ഈ പറഞ്ഞ കണക്ക് ക്രൂശിക്കപ്പെടുത്താൻ വേണ്ടിയിട്ട് പല ആൾക്കാർ ശ്രമിക്കുന്നതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പം മമ്മൂക്കയ്ക്ക് വേണ്ടി ശക്തമായിട്ടൊരു വാക്ക് പറയാൻ പോലും ഞാൻ പലപ്പോഴും ആളുകളെ കണ്ടിട്ടില്ല. മമ്മൂക്ക ഇപ്പം ചെയ്യാത്ത തെറ്റിന് തന്നെ, ഇപ്പം ജൂഡ് ആൻ്റണിയുടെ കേസിനകത്ത് അദ്ദേഹം പറഞ്ഞ എന്താണ്, തലയിൽ മുടി കുറവുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിയാണ്, അത് നമുക്കറിയാം ഏതർത്ഥത്തിലാണ്. കാര്യം അദ്ദേഹത്തിനെ പ്രശംസിച്ച് പറഞ്ഞാന്ന് ജൂഡ് ആൻ്റണിക്ക് പോലും മനസ്സിലായി. അപ്പോൾ അതിനെ അങ്ങ് ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയെ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം മോശമാക്കാം ആ രീതിയിൽ. പിന്നെ ചക്കരയും പഞ്ചസാരയും എന്നുള്ള രീതിയിൽ കൂടെ മമ്മൂക്ക ക്രിസ്റ്റഫറിൻ്റെ അതിനകത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ അതിനകത്ത് പിടിച്ചിട്ടായി അദ്ദേഹത്തിനെ വിമർശിക്കുന്നത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രമാവട്ടെ, ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഒരു പുഴു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിനെ പുറത്താക്കും, അദ്ദേഹത്തിന് ഒരു റീ എൻട്രി സിനിമയിൽ സാധ്യമാവാത്ത രീതിയിൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ ഒരാൾ വന്നപ്പോഴത്തേക്ക് അതിനെ ഏറ്റുപിടിക്കാനും മമ്മൂക്കയെ വിശേഷിപ്പിക്കാൻ പാടില്ലാത്ത വാക്കുകളിലൂടെ മമ്മൂക്കയെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ഓരോ പേരിട്ട് മമ്മൂക്കയെ പറയുന്നതൊക്കെ, ഇതൊന്നും ചെയ്തിട്ട് പോലും മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പറയാൻ പോലും ഞാൻ ആരെയും കണ്ടില്ല. ഈ നാൾ വരെ ഞാൻ കണ്ടില്ല. നമ്മളെപ്പോലുള്ള ചില യൂട്യൂബേഴ്സ് ഇരുന്നിട്ട് മമ്മൂക്കയ്ക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും സംസാരിക്കുന്നെന്നുള്ളതല്ലാതെ സെലിബ്രിറ്റികളായിട്ടുള്ള ഒരു വ്യക്തികൾ പോലും മമ്മൂക്ക അനാവശ്യമായിട്ട് ക്രൂശിക്കപ്പെടുന്നതിനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, ലാലേട്ടൻ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് മമ്മൂക്കയെ അവമാനിക്കുന്നതും അദ്ദേഹത്തിനെ ക്രൂശിക്കുന്നതും ഒക്കെ. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ആരും പറയാനില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ലാലേട്ടൻ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുമ്പം മമ്മൂക്കയെ അങ്ങ് തീർത്തും മോശക്കാരാണ്. ഇവിടെയും ലാലേട്ടനെ അങ്ങനെ ക്രൂശിക്കുന്നെന്ന് പറയുമ്പം അവർ പരോക്ഷമായിട്ട് അവരുടെ വിരൽ പോകുന്നത് മമ്മൂക്കയുടെ നേർക്കാണ്. അതായത് ഒന്നും ചെയ്യാത്ത ഒരു പാവം പിടിച്ച മനുഷ്യനെതിരെയാണ് വീണ്ടും പ്രശ്നങ്ങളുമായിട്ട് ഓരോരുത്തർ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും തീർത്തും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. കാര്യം ഇതൊന്നും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യവുമല്ല. മമ്മൂക്കയാണ് ലാലേട്ടനെക്കാട്ടിൽ ഒരുപാട് ക്രൂശിക്കപ്പെടുന്നത്. ഇനിയെങ്കിലും അത് നിർത്തണം, രണ്ടുപേർക്കെതിരെയുള്ളത് നിർത്തണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരാളെ മാത്രം ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. താങ്ക് യു.